മോളെ കൺമണി, എഴുന്നേൽക്ക്. സമയം എത്രയായെന്ന് കണ്ടോ? ഇന്ന് നഴ്സറിയിൽ പോവേണ്ടതല്ലേ? ഞാൻ പോണില്ല അമ്മ. ഹേ, അതെന്താ ഇപ്പൊ അങ്ങനെ? ഇന്നലെ വരെ നല്ല ഉഷാറായിരുന്നല്ലോ. ദേ, അച്ഛൻ വാങ്ങി തന്ന പുതിയ ഉടുപ്പിട്ട് പോവണ്ടേ നമുക്ക്? വേണ്ട, പോവണ്ട. ദേ കണ്ടോ മയ നനഞ്ഞു പോയ മോക്ക് പനി പിടിച്ചില്ലേ? മോക്ക് പനി വന്ന അമ്മയ്ക്ക് വിഷമാകൂല്ലേ? അതിന് അച്ഛൻ മോളെ കൊണ്ടുവിടുമല്ലോ. പിന്നെ പുതിയ കൂടെ ഉണ്ടല്ലോ കൺമണി മോൾക്ക്. മഴ നനയാതെ അച്ഛൻ കൊണ്ടുവിടും അമ്മയുടെ കൺമണിക്കുട്ടിയെ. ഇല്ല അമ്മ, ഞാൻ പോണില്ല. ഇതുവരെ എണീറ്റില്ലേ അച്ഛന്റെ സുന്ദരിക്കുട്ടി? ദേ വേഗം കുളിച്ച് മിടിക്കുകയായി വന്നേ, നമുക്ക് പോവണ്ടേ? നഴ്സറിയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞൊരേ ഇരിപ്പാ. ഹേ, അച്ഛന്റെ പൊന്നിന് മടിയോ? ആര് പറഞ്ഞു? എന്റെ കൺമണിമോൾക്ക് മടിയൊന്നുമില്ല. വേഗം കുളിച്ച് സുന്ദരിയായി ഞങ്ങൾ നഴ്സറിയിൽ പോകും, അല്ലേ പൊന്നെ? ഇല്ല അച്ഛാ, കൺമണിക്ക് പോവണ്ട. ദേ പുതിയ ഉടുപ്പും ബാഗും ഒക്കെ ഇട്ട് നമുക്ക് പോവണ്ടേ? ഞാൻ പോയ ആര് കമലാമ്മയുടെ കൂടെ തൊടിയിൽ പോകും? കമലാമ്മ വീയാതെ ആര് നോക്കും? അമ്മയ്ക്ക് എന്നും കൂട്ടി ഇവിടെ കമ്മണിയല്ലേ ഇരിക്കുന്നേ. ഞാൻ പോയാ ഇതൊക്കെ ആര് നോക്കൂ അച്ഛാ? അമ്മയ്ക്കും കമലാമ്മയ്ക്കും ഇവിടെ അച്ഛനുണ്ട് കൂടെ. അച്ഛന്റെ കൺമണിയുടെ പുതിയ ബാഗ് ഉടുപ്പും ഒക്കെ എല്ലാരെയും കാണിക്കണ്ടേ നമുക്ക്? എങ്കിൽ ഞാൻ പോവാം. അച്ഛൻ എന്നെ കൂട്ടാൻ വരണം, ബൈക്കിൽ തന്നെ വരണം. അതിനെന്താ, അച്ഛൻ വരാലോ എന്റെ കൺമണിയെ കൂട്ടാൻ. എങ്കിൽ ഞാൻ വേഗം കുളിച്ചിട്ട് വരാം അച്ഛാ. അയ്യോ, അച്ഛന് രാവിലെ ഉമ്മ കിട്ടിയില്ല. ഉമ്മ. നീ മോൾക്ക് കഴിക്കാൻ എടുത്തു വെക്ക്, മടി പിടിക്കും മുന്നേ കൊണ്ടേയാക്കട്ടെ. എടുത്തു വെക്കാം. പിന്നെ വീട് നോക്കാൻ ആള് വന്നിട്ട് എന്ത് പറഞ്ഞു? എന്തു പറയാൻ, എല്ലാവരും പറയുന്നത് പോലെ സ്ഥിരം പല്ലവി അവരും പറയുന്നു. സ്ഥലം പോരാ, സൗകര്യം പോരാ. നമുക്ക് നോക്കാം, ആരെങ്കിലും വരാതിരിക്കില്ല. അയ്യോ, കമലാമ്മയുടെ കുട്ടി മിടുക്കിയായല്ലോ. കമലാമ്മേ, കമ്മണി ഇന്ന് അച്ഛന്റെ കൂടെയാ പോകുന്നേ. അച്ഛന്റെ കൂടെ ബൈക്കിൽ വരുമല്ലോ കമ്മണി. ആഹാ, ആണോ? ഹാ, അച്ഛന്റെ സുന്ദരിക്കുട്ടി റെഡിയായോ? എങ്കി ഇറങ്ങിയാലോ നമുക്ക്? ആ, പോവാ അച്ഛാ. അമ്മേ ഉമ്മ, കമലാമ്മേ ഉമ്മ. ടാറ്റാ. പെണ്ണ് മടി പിടിക്കാതെ എന്നും ഇങ്ങനെ പോയി കണ്ടാ മതി. ഹാ, ആരിത്? കൺമണിക്കുട്ടിയോ? സുന്ദരി ആയിട്ടുണ്ടല്ലോ. അച്ഛൻ വാങ്ങി തന്നെന്താ ടീച്ചറെ? ആഹാ, കൊള്ളാലോ. എപ്പോഴാ തുടങ്ങുന്നേ? എല്ലാവരും വന്നിട്ടുണ്ടാകും അല്ലേ? 10 മണിക്ക് തുടങ്ങും. ആദ്യ ദിവസമല്ലേ, എല്ലാവരും വരുന്നതേ ഉള്ളൂ. മോളെ ആ കാണുന്ന ക്ലാസ്സിലിരുത്തിയാ മതി. ആ ശരി. അച്ഛൻ എപ്പോഴാ വരുന്ന കൺമണിയെ കൂട്ടാൻ? അത് കൺമണിമോള് ടീച്ചർ പറയുന്നതൊക്കെ കേട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കുട്ടിയായി എല്ലാവരുടെയും കൂടെ കളിച്ച് മിടുക്കിയായിട്ട് ഇരിക്കുമ്പോ അച്ഛൻ വരും. ഇങ്ങനെ കഴിച്ചും ഭക്ഷണം കഴിച്ച് ഇരിക്കാനാണെങ്കിൽ എനിക്ക് വീട്ടിലിരുന്നാ പോരായിരുന്നോ അച്ഛാ? എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഓ, പെണ്ണിനെ വിവരം വെച്ച് തുടങ്ങി. അയ്യോ, അച്ഛൻ ഇപ്പോഴാ ഓർത്തേ. അച്ഛന് ചെന്നിട്ടോ ഒരുപാട് പണിയുണ്ട്. അച്ഛൻ പോവാണേ. കമ്മണിയെ കൂട്ടാൻ വരണേ അച്ഛാ. വരാം പൊന്നെ. കാശി വന്നാലുടനെ വിവാഹം നടത്താനാ ഞങ്ങളുടെ തീരുമാനം. നീട്ടിക്കൊണ്ടു പോയാൽ ശരിയാവില്ല. കാശിയെ കൂട്ടി ഞങ്ങൾ ഒരു ദിവസം അവിടേക്ക് ഇറങ്ങാം. ശരി. ആരാ ഏട്ടാ? മേനോന. കാശിയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു, അതറിയാൻ വിളിച്ചതാ. കാശി വിളിച്ചിരുന്നോ? എപ്പോ എത്തും? ഇപ്പൊ വിളിച്ചിരുന്നു, എത്താറായെന്നാ പറഞ്ഞത്. ഇനി വിവാഹത്തിന് അധിക നാളില്ല. എല്ലാവരെയും വിളിച്ചു തുടങ്ങണം. 4 കൊല്ലത്തിന് ശേഷമാ അവൻ ഇവിടേക്ക് വരുന്നത്. ഇത്രത്തോളം മാറി നിൽക്കാൻ എന്താ ഏട്ടാ അവന് പറ്റിയത്? ഈ ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിച്ചതല്ലേ അവനോട്. എന്നിട്ടൊരു മറുപടി ഇന്നേവരെ കിട്ടിയിട്ടില്ല. ഇനി അത് കിട്ടുകയില്ല. വീണ്ടും അതൊക്കെ ചോദിച്ച് അവനെ മുഷിപ്പിക്കണ്ട. വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും കുറെ നിർബന്ധിച്ചപ്പോ ഒരു വിവാഹത്തിന് സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനി മനസ്സ് മാറും മുന്നേ അതങ്ങ് നടത്തണം.
മോനെ, വാ മോനെ. എന്റെ മോൻ ഒരുപാട് ക്ഷീണിച്ചു. സമയത്തിനൊന്നും കഴിക്കണില്ല എന്ന് കണ്ടാലറിയാം. കണ്ടില്ലേ ക്ഷീണം മുഖത്ത്? ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടമ്മ. ഇത് യാത്ര ചെയ്തതിന്റെ ക്ഷീണമാ. അല്ല, പോകുമ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. മുഖഛായ തന്നെ മാറിപ്പോയി. ആകെ ക്ഷീണിച്ചു. എങ്കിൽ എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് ഇതൊരു തടി വെച്ചിട്ടേ ഞാൻ പോകൂ. പോരെ? അമ്മ എവിടെ അച്ഛാ? അമ്മു നഴ്സറിയിൽ പോയി. ആദ്യത്തെ ദിവസമല്ലേ ഇന്ന്. ഇന്ന് തൊട്ട് പോവാൻ തുടങ്ങി. വൈകുമ്പോ വരും. മോനെ, അമ്മ ഭക്ഷണം എടുത്തു വെക്കാം. യാത്രക്കിടയിലൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്റെ കുട്ടി. കഴിച്ചു അമ്മേ, ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചു. പിന്നെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ ഇത്തിരി സ്ഥലം ബാക്കിയുണ്ട്. ഞാൻ ഈ ബാഗൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. ഹോ, എന്തൊരു മഴ! രാവിലെ തുടങ്ങിയതാ. ഇതൊന്ന് തോരാതൊരു കാര്യവും നടക്കില്ല. കൊല്ലവർഷമല്ലേ പിള്ളേ, മഴ തകർക്കുക. മോളെ നഴ്സറിയിൽ വിടാൻ തുടങ്ങിയോ ശബരി? ഇന്നു മുതൽ പോവാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് പുതിയ ഒരു ജോലി കൂടെയായി. വൈകുമ്പോ പെണ്ണിനെ കൂട്ടാൻ പോണം. ഹാ, എന്റെ ശബരി, മോൾക്കിപ്പോ 3 വയസ്സായില്ലേ? ഇനി എപ്പോഴാ നാടറിയിച്ചൊരു കല്യാണം? അല്ലെങ്കിൽ രജിസ്റ്ററെങ്കിലും ചെയ്യ്. രേഖകളൊന്നും ഇല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് കൊഴിയും എന്റെ ശബരി. ആ ചെയ്യണം. അല്ല പിള്ളേ, ഈ മഴയത്ത് ഇത് എവിടെ പോയിട്ടുള്ള വരവാ? ഹാ, അത് ഞാൻ 7 വരെ പോയതാ. വസുദേവ മാഷെ വിളിച്ചിട്ട്. എന്താ വിശേഷം? അവിടുത്തെ കുട്ടിക്ക് വല്ല ആലോചനയും വന്നോ? ആ കുട്ടി പുറത്തെന്തോ പഠിക്കുവല്ലായിരുന്നോ? ഇതാ കൊച്ചിനല്ല, അവരുടെ മകന് വേണ്ടിയാ. ആർക്ക്? 7 കാശിനാഥനോ? ആ അതെ, കുന്നത്തെ മാധവൻ നായരുടെ മകളായിട്ടാ. അല്ല പിള്ളേ, ആ ചെക്ക 3-4 കൊല്ലമായിട്ട് ഗൾഫിൽ മറ്റോ അല്ലായിരുന്നോ? ആ അതെ, ഇന്ന് രാവിലെ എത്തി. മിക്കവാറും വിവാഹം അടുത്ത് തന്നെ ഉണ്ടാകും. അല്ലെങ്കിൽ ചെക്കൻ വരുവോ? ശബരി ആ ചെക്കനുമായിട്ട് നല്ല കൂട്ടല്ലായിരുന്നോ? എന്നിട്ട് നീ അറിഞ്ഞില്ലേ ഇതൊന്നും? അതിപ്പോ അങ്ങനെയൊന്നും ഇല്ല. ഹാ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രതീക്ഷിക്കാതെ പലതും നടന്ന എല്ലാം മാറി മറിയില്ലേ? എല്ലാം വിധി. ഞാനെങ്കിൽ പോവാ. മോളെ കൂട്ടാൻ സമയമായി. ദീപു, ഞാൻ വീട്ടിൽ പോയിട്ടേ വരൂ. വരാൻ വൈകിയ ചാവി നീ കൊണ്ടുപോക്കൂ. ആ ശരി ഏട്ടാ. ഒന്നും പറയാനില്ലാതെ തല താഴ്ത്തി പോയതവൻ. എന്റെ പൊന്നു പിള്ളേ, പാവങ്ങളാ, ജീവിച്ചു പൊക്കോട്ടെ. ഹാ, ഇപ്പൊ ഞാൻ പറഞ്ഞതാണോ കുറ്റം? 4 കൊല്ലം മുന്നേ ഈ നാട്ടിൽ നടന്നതൊന്നും ആരും മറന്നിട്ടില്ല. എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ ഈ നാട്ടുകാരുടെ മുന്നിൽ കൂടി നടക്കുന്ന അവന്റെ തൊലിക്കിട്ട് സമ്മതിക്കണം. അതെ, ഞാൻ പോവാ, മഴ കുറഞ്ഞു. ഓ, അവനെ പറഞ്ഞപ്പോ പിടിച്ചില്ല. ചെല്ല് ചെല്ല്. മോളെ, അച്ഛാ, എല്ലാരും പോയി. അച്ഛൻ എന്താ വൈകിയേ? നല്ല മഴയല്ലായിരുന്നോ? മഴ കാരണം അച്ഛൻ 2-3 സ്ഥലത്ത് ഇറങ്ങി നിന്നിട്ടാ വരണേ. അച്ഛന്റെ സുന്ദരി ടീച്ചർ പറയുന്നതൊക്കെ കേട്ട് നല്ല കുട്ടിയായിരുന്നോ? അതെ അച്ഛാ, കമ്മനി ടീച്ചർ പറയുന്നതൊക്കെ കേട്ട് മിടിക്കുകയായിരുന്നു. എങ്കിൽ നമുക്ക് പോയാലോ? പോവാ അച്ഛാ. ശബരിയേട്ടാ, രേവതി, നീ ഇവിടെ? അച്ഛാ, ഇതാ മോളുടെ ടീച്ചർ. ടീച്ചറെ, ഇതെന്റെ അച്ഛനാ. ടീച്ചർ കണ്ടിരുന്നു മോളെ അച്ഛൻ കൊണ്ടുപോയി വിടുന്നത്. ജോലിക്ക് ഇനി 2 മാസം സമയമുണ്ട്. വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി കയറിയതാ. ശബരിയേട്ടന് സുഖമല്ലേ? ആ അതെ. എന്തിനാ? അതെ. ഞാനെങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കുന്നില്ലേ ശബരിയേട്ടാ? ഞങ്ങളെങ്കിൽ പോട്ടെ.
ഏട്ടാ കിടക്കുന്നില്ലേ? ആ വരുന്നു. മോൾ ഉറങ്ങിയോ? ഉറങ്ങി. എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത്താഴം പോലും നേരെ കഴിച്ചിട്ടില്ല. എന്താ ഏട്ടാ? ആ അത് ഇന്ദു, രേവതി വന്നിട്ടുണ്ട്. എപ്പോ? എന്നിട്ട് ഏട്ടൻ ഇപ്പോഴാണോ പറയുന്നത്? ഏട്ടൻ എവിടെ വെച്ച് അവളെ കണ്ടത്? അത് നഴ്സറിയിൽ ജോലി കിട്ടും വരെ താൽക്കാലികമായിട്ട് കയറിയതാ, ടീച്ചറായിട്ട്. അവൾക്ക് സുഖമല്ലേ ഏട്ടാ? നന്നായിരിക്കുന്നോ? മുൻപത്തേക്കാൾ നന്നായിരിക്കുന്നു. നാളെ ഒന്ന് കുന്നത്ത് വരെ പോയാലോ ഏട്ടാ? ശ്വേതമോൾക്ക് നാളെ ലീവാണെന്നാ കേട്ടത്. അമ്മു, നാളെ നിനക്ക് ലീവ് എടുക്കാൻ പറ്റില്ലേ? അമ്മു. എന്താമ്മേ? നീ ഇതേത് ലോകത്താ? ഞാൻ പറഞ്ഞത് വല്ലതും നീ കേട്ടോ? നാളെ നിനക്ക് ലീവ് എടുക്കാൻ പറ്റില്ലേ? ശ്വേതമോളെ കാണാൻ പോവാ. അത് ജോയിൻ ചെയ്ത് ഉടനെ തന്നെ ലീവ് എടുക്കുന്നത് എങ്ങനെയമ്മേ? നിങ്ങളെല്ലാവരും പോയിട്ട് വാ. നീ ഇല്ലാതെ ഞങ്ങൾ മാത്രം പോവാനോ? വിവാഹം ഉറപ്പിച്ചെങ്കിലും കാശിയും ശ്വേതയും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇതൊരു പെണ്ണ് കാണൽ ചടങ്ങായിട്ടാ പോകുന്നേ. അപ്പൊ നീ വരാതെ എങ്ങനെ ശരിയാകും? ഞാൻ മുന്നേ കണ്ടതാണല്ലോ ശ്വേതയെ. പിന്നെ ഇനിയും സമയമുണ്ടല്ലോ കാണാനും സംസാരിക്കാനും ഒക്കെ. അമ്മു, വന്ന് കയറിയപ്പോ തൊട്ടേ എന്തോ അലസം മട്ടാ നിനക്ക്. എന്താ മോളെ, ജോലിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. എന്താ അമ്മു, നീ ഓക്കെ അല്ലേ? ആ അതേട്ടാ. ആ കാശി, നിനക്ക് നാളെ വേറെ തിരക്കൊന്നുമില്ലല്ലോ? അത് അച്ഛാ, നാളെ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. നീ വരാതെ എങ്ങനെയാ കാശി? അല്ലെങ്കിലേ വിവാഹം ഉറപ്പിച്ചപ്പോ തൊട്ട് നിനക്കെല്ലാം ഒരു ഉപേക്ഷയാ. കുറച്ചു മുന്നേ കൂടി വിളിച്ചപ്പോ ശ്വേതമോള് പറഞ്ഞു, നീ ഫോൺ എടുക്കില്ല, നന്നായി സംസാരിക്കില്ല. ആ കുട്ടി എന്ത് കരുതും കാശി? നമ്മൾ ഉച്ച കഴിയുമ്പോഴാ പോകുന്നേ. അപ്പോഴേക്കും നിന്റെ തിരക്കുകൾ കഴിഞ്ഞ് വന്നാ മതി. അതമ്മ രാവിലെ പോണം. എപ്പോ വരാൻ കഴിയുമെന്നറിയില്ല. കാശി. ശ്രീദേവി, വേണ്ട. അവന്റെ സൗകര്യം പോലെ മറ്റൊരു ദിവസം പോകാം. ഞാൻ കുന്നത്ത് വിളിച്ച് നാളെ വരില്ല എന്ന് പറയട്ടെ. വെറുതെ അവർക്ക് പ്രതീക്ഷ കൊടുക്കണ്ട. ഹോ, ഇപ്പോഴെങ്കിലും ഫോൺ എടുത്തല്ലോ. ഞാൻ എത്ര വട്ടം വിളിച്ചു, നിനക്കെന്താ ഫോൺ എടുത്താല്? ഞാൻ താഴെയായിരുന്നു. നീ ഇന്ന് ഫുൾ ടൈം അവിടെയായിരുന്നോ? രാവിലെ തൊട്ട് ഞാൻ വിളിക്കുന്നതാ. നിന്നെ കിട്ടാത്തപ്പോഴാ ഞാൻ ആന്റിയെ വിളിക്കുന്നത്. ശ്വേത, ഞാൻ നാളെ വിളിക്കാം. പറ്റില്ല, എനിക്ക് നിന്നോട് സംസാരിക്കണം. എപ്പോ വിളിച്ചാലും ആർക്കും ഇല്ലാത്ത തിരക്ക്. ഞാൻ അങ്ങോട്ട് വിളിക്കാതെ നീ എപ്പോഴെങ്കിലും എന്നെ വിളിക്കാറുണ്ടോ? അതും 5 മിനിറ്റ് പോലും സംസാരിക്കില്ല. ശ്വേത പ്ലീസ്, നമുക്ക് നാളെ സംസാരിക്കാം. കാശി, ഞാനൊന്ന് പറയട്ടെ. കാശി. എങ്കിലും എന്റെ കാശി, നീ ഇവിടേക്ക് വീണ്ടും വരുമെന്ന് ഞാൻ ഓർത്തില്ല. അതും വേറെ ഒരു വിവാഹത്തിന് സമ്മതിച്ച്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ പോയ അന്ന് തന്നെ ഞാനും ഈ നാട് വിട്ടു. അത്രയ്ക്കും ഉണ്ടായിരുന്നല്ലോ പലരുടെയും നാടകങ്ങള്. ചന്തു, മതി. വീണ്ടും അതെല്ലാം ഓർക്കാൻ എനിക്ക് വയ്യ. ഈ നാട്ടിലേക്ക് തിരികെ വരുമെന്ന് ഒരിക്കലും കരുതിയതല്ല. പിന്നെ എല്ലാം മറന്നുകൊണ്ടൊരു പുതിയ ജീവിതവും. ദാ, അപ്പൊ നീ അവളെ മറന്നില്ലേ? കൊള്ളാം. നീ ഇപ്പോഴും ആ വഞ്ചകി ഓർത്തിരിക്കുവാണോ? അവളല്ലാതെ മറ്റൊരാളെ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ലടാ. ഡാ കാശി, നീ അവളെ പറ്റി ഓർത്ത് സങ്കടപ്പെടുമ്പോ അവൾ അവന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. നീ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ചവൻ തന്നെ അവളെ ചതിച്ച് സ്വന്തമാക്കി.
ഇപ്പൊ ഒരു കൊച്ചുണ്ട്. നീയടക്കം നാട്ടുകാര് കൂടിയല്ലേ അവനെ അവളെ ആ രാത്രി പൊക്കിയത്. എന്നിട്ട് അവളെ ഓർത്ത് ഇങ്ങനെ വിഷമിക്കുന്ന നിന്നെ കാണുമ്പോ എനിക്കൊരു കോമാളിയായിട്ടാ തോന്നുന്നേ. കമ്മനി എനിക്ക് മുന്നേ അച്ഛൻ പോയി. ഞാൻ അച്ഛനോട് മിണ്ടില്ല. വൈകുന്നേരം വരൂലോ അച്ഛൻ. ഇന്ന് അച്ഛൻ അത്യാവശ്യം ആയതുകൊണ്ടല്ലേ പോയത്. വരട്ടെ. കമ്മനിയോട് പറയാതെ പോയതിന് മിണ്ടൂല ഞാൻ. എന്താടി, ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? പക്ഷേ എന്റെ പഴയ കാമുകിയെ കാണാൻ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ലല്ലോ. അമ്മേ, ആരാ ഇത്? നീ വരണം എന്റെ വിവാഹത്തിന്. ആദ്യ ക്ഷണം തന്നെ നിനക്കിരിക്കട്ടെ. പോട്ടെ. അമ്മേ, അമ്മേ, എണീറ്റമ്മേ, അമ്മേ. അമ്മ, എന്തു അവിടെ? എന്താ പറ്റിയത്? നീ പേടിക്കാനൊന്നുമില്ല. രാവിലെ കൺമണിയെ കൊണ്ടുവിടാൻ പോയതാ. പെട്ടെന്നെന്തോ തളർച്ച തോന്നി, തല ചുറ്റി വീണു. ഇവിടുന്ന് ആരോ വിളിച്ചപ്പോ തന്നെ ഞാൻ ഇങ്ങ് പോന്നു. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? കൺമണി എവിടെ? മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ട്രിപ്പ് കഴിയുമ്പോൾ പോകാം. കൺമണി മോളുടെ ഒപ്പം ഉണ്ട്. ഞാൻ ചായ എന്തെങ്കിലും വാങ്ങാൻ വന്നതാ. നീ പോയി കണ്ടു. ആ ശരി അമ്മേ. മോളെ, എന്തു? ആയ്, അച്ഛൻ വന്നു. അച്ഛാ, അമ്മയ്ക്ക് ഉവ്വാണോ? സൂചി കുത്തുവോ അച്ഛാ? ഇല്ലടാ, അമ്മയ്ക്കൊന്നുമില്ല. സൂചി കുത്തില്ല കേട്ടോ. ദീപോട്ടൻ വെളിയിലുണ്ട്. മോൾ അവിടേക്ക് ചെല്ല്. അച്ഛൻ ഇപ്പൊ വരാം. ഓക്കെ അച്ഛാ. മോളെ, ഏട്ടാ, കാശിയേട്ടൻ വന്നു. ഞാൻ കണ്ടേട്ടാ. ആ കാശി ഇന്നലെ എത്തിയതാ. മോള് കിടന്നോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ വെളിയിൽ കാണും. എന്തടിച്ചിരിക്കുന്നേ? അത് കൊള്ളാം. എനിക്കെന്താ ചിരിച്ചൂടെ? ഈ ചിരിയൊക്കെ ഞാൻ മാറ്റി തരുന്നുണ്ട്. അതെ, പതിവ് തെറ്റിക്കണ്ട. എവിടെ? എടുക്ക്. ഉമ്മ. ഇതല്ല, പൂവതാ കാശിയേട്ടാ. ഓ, ഇതായിരുന്നു. ദാ. നിനക്ക് ഈ പൂവിൽ ആരെങ്കിലും കൈവശം ചെയ്തിട്ടുണ്ടോ? നിന്നെ എപ്പോ കാണാൻ വന്നാലും ഈ പൂവും നുള്ളി വരണം ഞാൻ. ഇതിനെന്ത് നല്ല ഗന്ധമാണെന്ന് അറിയോ കാശിയേട്ടന്? ഇത് ദേവലോകത്ത് ദേവന്മാർക്ക് പ്രിയപ്പെട്ട പൂവാ, പാരിജാതം. കൊള്ളാം. പക്ഷേ കാശിനാഥന് പ്രിയപ്പെട്ട മറ്റൊരു പൂവുണ്ട്. അതിനെന്ത് ഗന്ധമാണെന്നോ? ആരെയും മയക്കുന്ന സൗന്ദര്യവും.
ദേ ശബരിയേട്ടൻ. ഹേ, എവിടെ? നിന്നെ എന്റെ കൈ കിട്ടും. ദേ പെണ്ണെ, എന്റെ കൈക്ക് പണി ഉണ്ടാക്കാതെ മാറിപ്പോക്കൂ, അല്ലെങ്കിൽ തരും ഞാൻ. കവളത്ത് തന്നാ മതി, അതാ എനിക്കിഷ്ടം. എന്ത്? ആരെങ്കിലും കാണുമ്പോൾ വേഗം താ ശബരിയേട്ടാ. ഈ പെണ്ണ് വെറുതെ മനുഷ്യനെ വഴിതെറ്റിക്കാൻ. നിനക്ക് വേറൊരു പണിയില്ലേ? ഇല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ ശബരിയേട്ടൻ്റെ അടുത്ത് വന്നത്. പിന്നെ അതെ, ഈ കൊല്ലം എന്റെ പഠിത്തം കഴിയും. അതിന് ഞാനെന്ത് വേണം? തലയും കുത്തി നിൽക്കണോ? അത്രയ്ക്കൊന്നും കഷ്ടപ്പെടണ്ട. വീട്ടിലൊന്നൊന്ന് കാര്യങ്ങൾ പറഞ്ഞാ മതി. എന്ത് കാര്യം? നമ്മുടെ കല്യാണക്കാര്യം. ദാ, നീ ആ മുകളിലോട്ടൊന്ന് നോക്കിക്കേ. അവിടെ എന്താ? ഹാ, മുകളിലോട്ട് നോക്കിയിരുന്നു. അവളുടെ ഒരു കല്യാണം. ശബരിയേട്ടാ നിക്ക്. ശബരിയേട്ടാ, ദേ ഇന്ദു, ഈ സാധനത്തിനെ വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടു പോക്കൂ, അല്ലെങ്കിൽ എന്റെ കൈക്ക് പണി ഉണ്ടാക്കും. ദേ എന്തു, വെറുതെ ഒന്നും അല്ലല്ലോ, ഇഷ്ടം കൊണ്ടല്ലേ. വീട്ടില് ആലോചനകൾ നോക്കുന്നുണ്ട് എനിക്ക്. ആഹാ, ആണോ? എങ്കിൽ വേഗം ഏതെങ്കിലും ഒരു മണ്ടനെ കെട്ടി പോകാമോ? അതെ, അങ്ങനെ ഓരോന്ന് പറഞ്ഞെന്നെ തളർത്താനൊന്നും നോക്കണ്ട. ഞാൻ ശബരിയേട്ടനെ കൊണ്ടേ പോകൂ. ഇന്ദു, നീ ഒരുക്കി വെച്ച ഒരു നിലവിളക്ക്. എന്താ ഏട്ടാ, അവൾക്ക് ഏട്ടനെ എന്തിഷ്ടാണെന്നോ? ഇങ്ങനെ പുറകെ നടത്തുന്നത് കുറിച്ച് കൂടുതലാട്ടോ. എന്റെ പൊന്നു മോളെ, ഒന്ന് താഴ്ന്നു കൊടുത്ത തല കയറി മസാജ് ചെയ്യുന്ന ഐറ്റം അത്. പിന്നെ ഇഷ്ടം. അവളൊന്ന് പഠിച്ചിറങ്ങട്ടെ, ബാക്കി അപ്പോ. നീ അവള് പറഞ്ഞ പോലെ ഒരു നിലവിളക്കൊരുക്കി വെച്ചോ. ഏട്ടാ, എന്നെ ഒന്ന് ഇന്ദുവിന്റെ വീട്ടിലിറക്കാമോ? അതിന് ഞാൻ ആ വഴിയല്ലല്ലോ പോകുന്നത്. അതെ, കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. ഏട്ടൻ എവിടെ പോയാലും ഇന്ദു ദേവിയെ ദർശിച്ചേ പോകുള്ളൂ എന്ന് എനിക്കറിയാം. എന്നെ കൂട്ടാണ്ട് പോയാൽ ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കും കേട്ടാ. മര്യാദക്ക് എന്നെ കൊണ്ടുപോയി വിട്ടോ. ഈശ്വര, ഇവളെല്ലാം നശിപ്പിക്കുമല്ലോ. ഓ, നിന്നെ കൊണ്ടേ പോരെ? അല്ല, എക്സാം കഴിഞ്ഞിപ്പോ വെക്കേഷനായി, എന്നിട്ട് കമ്പൈൻ സ്റ്റഡി ആന്ന് പറഞ്ഞു പോകുന്നത് എന്തിനാ? നിനക്ക് എന്തോ കള്ളത്തരമുണ്ട്. നിന്റെ മുഖം കണ്ടാൽ അറിയാം. എനിക്ക് കള്ളത്തരൊന്നുമില്ല. എന്റെ മുഖം ജന്മനാ ഇങ്ങനെയാ. ആ, മതി മതി. എന്റെ പെങ്ങള് അഭിനയിച്ച് കഷ്ടപ്പെടണ്ട. കണ്ടു പിടിച്ചോളാം ഞാനെല്ലാം. ഓ ആയിക്കോട്ടെ, സൗകര്യം പോലെ കണ്ടുപിടിച്ചോ. ഇപ്പോ എന്നെ ഒന്ന് കൊണ്ടേക്കാമോ? ഓ, വിടാൻ തമ്പുരാട്ടി. ദേ മോനെ, ഈ കുട്ടിയെ കണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ. ബാംഗ്ലൂര് പഠിക്കുക. നമുക്കൊന്ന് നോക്കിയാലോ? എന്റെ അമ്മേ, ഈ മാസം ഇത് എത്രാമത്തെയാ? എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ടെന്ന് പറഞ്ഞതല്ലേ. ഇപ്പൊ കണ്ടുവച്ചാലേ സമയമാകുമ്പോ ഒരു വിവാഹം നടക്കൂ. എന്താലോചന കൊണ്ടുവന്നാലും നീ ഫോട്ടോ പോലും നോക്കാതെ എതിര് പറയും. എന്റെ അമ്മേ, സമയമാകുമ്പോ എല്ലാം നടന്നോളും. അമ്മ വെറുതെ ഇപ്പോഴേ ഇതോർത്ത് ടെൻഷൻ ആവണ്ട. ഇനിയും സമയമുണ്ടല്ലോ. അമ്മേ, ഒരു 40-50 വയസ്സ് പ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? അതെന്തിനാ? എന്റെ മോൻ അത്രയും പ്രായമുള്ളവരെയൊന്നും വേണ്ട. ഏട്ടനല്ല, അച്ഛനാ. എത്ര നാളായി അമ്മ അച്ഛൻ ഇങ്ങനെ? ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? ഡി, നിന്നെ ഞാൻ... എന്താടാ വിളിച്ചത്? ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുവായിരുന്നു, അതാ കോൾ എടുക്കാഞ്ഞത്. അത് ഞാൻ പറയാം, നീ വണ്ടി എടുക്ക്. ആ ശരി. അമ്മു, നീ ചെല്ല്, ഞങ്ങൾ ഇപ്പൊ വരാം. ആ ശരി ഏട്ടാ. ഇന്ദു, നീ എപ്പോ വന്നു? ഞാൻ ദേ ഇപ്പൊ വന്നേ ഉള്ളൂ. ഏട്ടൻ കൊണ്ടേ വിട്ടു. വന്നിറങ്ങിയപ്പോ തന്നെ ശബരിയേട്ടൻ എന്തോ അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞു ഏട്ടനെ കൂട്ടിക്കൊണ്ടുപോയി. ആ, എങ്കിൽ ഇപ്പോഴെങ്കിലും നോക്കണ്ട രണ്ടാളെ. ഇന്ദു, ശബരിയേട്ടനെ കാണാൻ വേണ്ടി മാത്രാ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ടിപ്പോ ഞാൻ ആരായി? കാശിയേട്ടന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയാ? ഞാൻ മാത്രം വിചാരിച്ചാ മതിയോ? നിന്റെ ഏട്ടനും തോന്നണ്ടേ എന്തെങ്കിലും? ആ നാവിന്നൊരു രസം കേട്ടിട്ട് വേണം എനിക്ക് ധൈര്യമായിട്ട് അച്ഛനോട് കാര്യങ്ങൾ പറയാൻ. കാശിയേട്ടനോടും പറയണം, നിങ്ങളുടെ കൂട്ടുകാരനെ എനിക്ക് ഭയങ്കര ഇഷ്ടാന്ന്. അല്ല, നീ എന്തെങ്കിലും കഴിച്ചോ? ആ, ഞാൻ കഴിച്ചു.
പക്ഷെ കമലമ്മയുടെ ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി സ്ഥലം ബാക്കിയുണ്ട്. അല്ല, കമലമ്മ എവിടെ? അമ്മ കോയമ്പത്തൂർക്ക് പോയിരിക്കുക, അമ്മയുടെ ഏട്ടന്റെ അടുത്ത്. എന്നെ ഏട്ടനെ വിളിച്ചതാ, ഉത്സവമായോണ്ട് ഞങ്ങൾ പോയില്ല. ആ പിന്നെ ഇന്ദു, അമ്മ ഇന്നും ഒരു ഫോട്ടോ ആയിട്ട് വന്നിരുന്നു. അമ്മ ഏട്ടനെ കെട്ടിച്ചട്ടേ അടങ്ങും. എന്നിട്ട് ഏട്ടൻ എന്ത് പറഞ്ഞു? ഇപ്പൊന്നും വേണ്ട, സമയമാകുമ്പോ എല്ലാം നടന്നോളൂന്ന് പറഞ്ഞു. അല്ല ഇന്ദു, നിങ്ങളുടെ കാര്യം എനിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. നിനക്ക് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു നിൽക്കാൻ അറിയാത്തത് കൊണ്ട് ഞാൻ അറിഞ്ഞു. കാശിയേട്ടൻ്റെ ഒപ്പം ചെറുപ്പം മുതലേ നിഴൽ പോലെ കൂടെ നടക്കുന്ന ശബരിയേട്ടന് പോലും അറിയില്ല. ആര് പറഞ്ഞു അറിയില്ലാന്ന്? നിന്നേക്കാൾ മുന്നേ എന്റെ ഏട്ടനെല്ലാം മനസ്സിലായി. അതും ഞാൻ പറയാതെ തന്നെ. ഓ, അപ്പൊ അനിയത്തിയുടെ പ്രേമത്തിന് കൂട്ടു നിൽക്കാൻ അറിയാലോ നിന്റെ ഏട്ടന്. എന്നിട്ടാണോ എന്നെ ഇങ്ങനെ ഇട്ട് ചുറ്റിപ്പിക്കുന്നത്? എന്റെ അമ്മു, എല്ലാത്തിനും ഒരു സമയമില്ലേ? സമയമാകുമ്പോ എല്ലാം നടന്നോളും. ഡാ ചന്തു, ഇതും കുത്തിക്കേറ്റി ഇവിടെ ഞാനും കിടന്ന് ആരെങ്കിലും കണ്ടാ പണിയാകുവേ. നീ ഒന്നും മിണ്ടാതിരിക്കുവോ? ഇനി പറഞ്ഞാരും വരാതിരുന്നാ മതി. ഡാ, അയ്യോ കാശി, എന്നെ തല്ലല്ലേ കാശി. വീട്, എന്നെ വീട്. എന്താടാ ഇത്? എന്ന് തുടങ്ങി നിനക്ക് ഈ ശീലം? അയ്യോ കാശി, നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഞങ്ങള് വെറുതെ. നിർത്തടാ. അവന്റെ ഒരു. ഞാൻ കണ്ട് കാശിയോട് പറഞ്ഞു, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്നെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കുമായിരുന്നു. ഡാ ചന്തു, ഇത് ഇന്നത്തോടെ നിർത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതൊക്കെ പോലീസിൽ അറിയിക്കും. അവന്റെ ഒരു സിറിഞ്ചും മരുന്നും. ഇല്ല കാശി, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഈ ഒരൊറ്റ വട്ടം ക്ഷമിക്ക്. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായെന്ന് ഞാൻ അറിയാലോ കാശിയെ. ഡാ മനു, ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയാതെ സ്ഥലം വിടാൻ നോക്ക്. ആ ശരി. ഡാ, ആരും ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അവരെങ്ങനെ അറിഞ്ഞു? ഇതാ ശബരിയുടെ പണിയാ. അവനാ ഒറ്റിയത്. അവനിട്ടുള്ള പണി ഞാൻ വൈകാതെ കൊടുക്കുന്നുണ്ട്.